വണക്കം, ദിസ് ഇസ് ട്രാവ്ക പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് കന്യാകുമാരിയിലാണ്. കന്യാകുമാരിയിൽ അടിപൊളി ഒരു പ്രോപ്പർട്ടി നോക്കി നമ്മൾ സ്റ്റേ ചെയ്യാൻ വന്നേക്കാണ്. കന്യാകുമാരിയിലെ സ്പാസ എന്ന് പറഞ്ഞ റിസോർട്ടാണ്. അപ്പോൾ നമ്മുടെ റിസോർട്ടിൻ്റെ വിശേഷങ്ങളാണ് നിങ്ങൾ ഇനി കാണാൻ പോകുന്ന വീഡിയോ. ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. സ്റ്റേ ട്യൂൺ. ട്രാവ്ക, ലെറ്റ്സ് ഗോ. അപ്പോൾ ഇതാണ് നമ്മുടെ സ്പാസയിലെ റൂം. ഡീലക്സ് റൂമാണ്. നല്ല റൂമാണ് കേട്ടോ, അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള റൂമാണ്. ഒരു കിങ് സൈസ് ബെഡും പിന്നെ 2 സോഫയുണ്ട്. അതും ഇവിടെ വന്ന ഉടനെ നമ്മുടെ ഈ ചായപ്പൊടിയും പാൽപ്പൊടിയൊക്കെ എടുത്തതായി ഇവിടെ കണ്ട് കംപ്ലീറ്റ് എക്സ്പ്ലോറിംഗ് ആണ്. ഇവിടെ ഒരു നല്ല ഒരു ക്യൂട്ട് അലമാരയുണ്ട്, പിന്നെ ചെറിയൊരു മിനി ബാർ ഉണ്ട്. അത്യാവശ്യം എല്ലാ അമ്യൂണിറ്റീസും ഉണ്ട് കേട്ടോ. നല്ലൊരു റൂമാണ്. പക്ഷെ നമുക്ക് ഇങ്ങനെ ബീച്ച് വ്യൂ അങ്ങനെ വ്യൂ അല്ല, അതിൻ്റെ ഒരു പ്രോപ്പർട്ടിയുടെ ഒരു ഗാർഡൻ വ്യൂ പോലെയാണ്. ഗാർഡൻ അല്ല, ഇങ്ങനത്തെ ഒരു വ്യൂ ആണ് കേട്ടോ. ഔട്ട്സൈഡ് വ്യൂ ആണ്. പക്ഷേ നമുക്കിവിടെ പൂളൊക്കെ ഉണ്ട്, പിന്നെ അതൊക്കെ ഒന്ന് പോയി എക്സ്പ്ലോർ ചെയ്യണം. നല്ല പ്രോപ്പർട്ടിയാണ്. അപ്പോൾ പ്രോപ്പർട്ടി കുറച്ച് എക്സ്പ്ലോർ ചെയ്യാനേ ഉണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് റെസ്റ്റൊക്കെ എടുത്തിട്ട് ഒന്ന് കറങ്ങിയിട്ട് ഒന്ന് പ്രോപ്പർട്ടിക്ക് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ എന്തായാലും ഇച്ചിരി എന്താ പറയുക, ഫീലൊക്കെ ഒന്ന് താഴ്ന്നു വരുന്ന സമയമുണ്ട്. വന്ന ഉടനെ നമ്മൾ എവിടെ പോകാമെന്ന് വിചാരിച്ചു? സ്വിമ്മിങ് പൂളിൽ പോകാമെന്ന് വിചാരിച്ചു. നമ്മളുടെ സ്വിമ്മിങ് സൂട്ടൊക്കെ ഇട്ട് റെഡിയായി. അപ്പോൾ നമ്മളിവിടെ പോകുന്നു സ്വിമ്മിംഗ് പൂൾ. അപ്പോൾ നമ്മൾ സ്വിമ്മിംഗ് പൂളിൽ പോയിട്ട് അവിടുത്തെ വിശേഷങ്ങളാം. സ്റ്റേ ട്യൂൺ. ട്രാവ്ക. അപ്പോൾ ഞങ്ങളിതാ പൂളിലേക്ക് പോകാനായിട്ട് ഇറങ്ങിയിരിക്കണം കേട്ടോ. പൂളിലിരിക്കുന്ന ഒരു അടിപൊളി സ്ഥലമാണ്, ഭയങ്കര രസമാണ് കേട്ടോ. എല്ലാ റൂമുകളുടെ നടുക്കാണ് സ്വിമ്മിംഗ് പൂളിൽ ഇരിക്കുന്നത്. നല്ല ഭംഗിയാണ്, നല്ല ലാൻഡ്സ്കേപ്പൊക്കെ ചെയ്ത്. ഇതാ കണ്ടോ, സ്വിമ്മിംഗ് പൂളിൽ ഇരിക്കുന്നത് നമ്മുടെ റൂമുകളുടെ എല്ലാം മുന്നിലാണ്. ഭയങ്കര ഭംഗിയാണ് കേട്ടോ. നോക്കി എന്ത് രസമാണ്. അത് ചാടാം, പൂളിൽ ചാടാം. നല്ല രസമുണ്ടല്ലേ പൂളിരിക്കുന്നത്. നല്ല ലാൻഡ്സ്കേപ്പ് ഒക്കെയാണ്. നമുക്കിതാ ഇവിടെ ഇരുന്ന് ഇതാ കാണാം, നല്ല ഭംഗിയാണ്. നമുക്ക് വലിയ പൂളാട്ടോ, നല്ല വലിയ പൂളാണ്. അതേപോലെ വലിയവർക്കുള്ള പൂളും ഉണ്ട്, കുട്ടികൾക്കുള്ള പൂളും ഉണ്ട്. അപ്പോൾ അതും എന്തായാലും കിഡ്സ് പൂളിലാക്കിയിട്ട് നല്ല രസമുണ്ട് കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി ഒരു സ്വിമ്മിംഗ് പൂളാണ് കേട്ടോ. ഒരു 5 feet ഉണ്ട്. കാരണം എൻ്റെ ഹൈറ്റ് 5'4" ആണ്. എൻ്റെ കഴുത്തോളം ഉണ്ട്. ഞാനിപ്പം ടിപ്പിലാണ് നിൽക്കുന്നത് കേട്ടോ. എനിക്കോണം എല്ലാം ഒരേ ഹൈറ്റ് തന്നെയാണ്. പക്ഷെ നല്ല രസമുള്ള പൂളാട്ടോ, നല്ല വലിയ പൂളാണ്. സ്വിം ചെയ്യാൻ അറിയുന്നവർക്ക് നല്ല ലെങ്തി ആയിട്ട് സ്വിം ചെയ്യാൻ പറ്റും. കാര്യം നോർമലി മിക്ക റിസോർട്ടിലും പോയി കഴിഞ്ഞാൽ ചെറിയ സ്വിമ്മിംഗ് പൂളാണ്. അപ്പോൾ ഇവിടെ പക്ഷേ നല്ല ലെങ്തി ഉള്ളൊരു സ്വിമ്മിംഗ് പൂൾ, നല്ല ഭംഗിയാണ്. കാരണം നമ്മുടെ ചുറ്റും നമ്മുടെ റൂംസാണ്. അതിൻ്റെ എങ്ങനെയുണ്ട് അത്? അപ്പോൾ നമ്മൾ താമസിക്കുന്ന പ്രോപ്പർട്ടിയാണ് ഈ പുറത്ത് കാണുന്നത് കേട്ടോ, ബാക്കിൽ കാണുന്ന സ്പാസ. നമ്മൾ അവിടെ നിന്ന് ആ ഒരു പ്രോപ്പർട്ടിയിൽ അവിടെ നിന്ന് നേരെ നോക്കിയാൽ നമുക്ക് കടൽ കാണാം കേട്ടോ. അപ്പം അത്രയും ബീച്ചിന് ആക്സസ് ഉള്ളൊരു സ്ഥലമാണ്, ഒരു പ്രോപ്പർട്ടിയാണ് ഈ ഒരു സ്പാസ എന്ന് പറയുന്നത്. ഇവിടെ എല്ലാം പാർക്കിംഗ് ആണ്. ഇവിടെ ഫുള്ളൊരു ലോൺ ഏരിയ ആണ് കേട്ടോ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് അവർ ചെടികളൊക്കെ കട്ട് ചെയ്ത് വൃത്തിയായിട്ട് വെച്ചിട്ടുണ്ട്. ലോൺ ഏരിയ ആണ്. ഇവിടെ ചിലപ്പോൾ മയിലൊക്കെ കാണും. ഇന്നലെ മയിലുണ്ടായിരുന്നു വൈകിട്ട്. സമയം ഇപ്പോൾ രാവിലെ ഒരു 6:30 ആയി. അപ്പോൾ രാവിലെ 6:30 ഈ ഒരു ടൈമിൽ തന്നെ കന്യാകുമാരിയിൽ ഒരുപാട് ടൂറിസ്റ്റ് ആൾക്കാർ വന്നു തുടങ്ങിയിട്ടുണ്ട്. നിറയെ ബസ്സും ഒക്കെയാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ പ്രോപ്പറായിട്ട് ഒരു ലോൺ ഏരിയയും ഒരു ഗാർഡൻ ഏരിയയൊക്കെ എന്ത് ഭംഗിയാന്ന് നോക്കിയാൽ നല്ല രസമാണ്. ഇതൊരു പൊക്കത്തായിരിക്കുന്നത് കേട്ടോ. കുട്ടികൾക്ക് വന്നാൽ ഒരുപാട് ഇഷ്ടപ്പെടും. ഇവിടെ കളിക്കാനും ഈ ഒരു പുല്ലിൽ കിടന്ന് ഓടിക്കളിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടും. ഇന്നലെ വൈകിട്ട് ഇവിടെ 3-4 മയിലുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോഴും അവിടെ ഒരു സ്ഥലത്ത് മയിൽ നിൽപ്പുണ്ട്. നോക്കട്ടെ, ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ രാവിലെ ഇരുന്നേക്ക് കംപ്ലീറ്റ് കണ്ടോ, അണ്ണാനും പക്ഷികളുടെയും ഒക്കെ ആ ഒരു ശബ്ദമാണ് കേൾക്കാൻ പറ്റുന്നത്. ഈ പ്രോപ്പർട്ടി പറയുകയാണെങ്കിൽ ഇവിടെ സ്വിമ്മിംഗ് പൂളുണ്ട്, സ്പായുണ്ട്, ഇൻ ഹൗസ് റെസ്റ്റോറൻ്റ് ഉണ്ട്, ബാറുണ്ട്, പിന്നെ ജസ്റ്റ് കളിക്കാനായിട്ട് ഇവിടെ ഒരു ടെന്നീസ് കോർട്ട് പോലെ ഉണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ലൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള പ്രോപ്പർട്ടിയാണ്. കാര്യം നമ്മളിവിടെ സ്റ്റേ ചെയ്തത് ഒരു റൂമിൽ ഡീലക്സ് റൂം മാത്രമേ ഉള്ളൂ. ഇവിടെ 6,000 അവർ ചാർജ് ചെയ്തേക്കുന്നത്, ഇൻക്ലൂഡിങ് ബ്രേക്ക്ഫാസ്റ്റ്. ദാറ്റ് ഈസ് ക്വൈറ്റ് വർത്ത്. നമ്മൾ ഫാമിലിയൊക്കെ ആയിട്ട് വരികയാണെങ്കിൽ ഇത്രയും നല്ലൊരു പ്രോപ്പർട്ടി ഒരു 6,000 ഒക്കെ ആവും. പിന്നെ ഇതൊരു ഓഫ് സീസൺ ടൈം സ്റ്റാർട്ടിങ് ആണ്. ഇനി അങ്ങോട്ട് ചൂട് കാലമല്ലേ. ഇതാ ഒരു മയിൽ ഇതാ ഓടി വരുന്നു കേട്ടോ. ഇതാ ഒരു മയിൽ വരുന്നു.
ഞാൻ കാണിച്ചു. ഇവിടെ ഒരു മയിലുണ്ടായിരുന്നു, ഓടി പോയോന്നറിയില്ല. എന്താ പോണ കണ്ടോ, എന്താ മയിൽ അങ്ങോട്ട് ഓടി പോകുന്നു. ഇവിടെ എല്ലാം മയിലിൻ്റെ ശബ്ദമാണ്, ഈ വിളിക്കുന്ന ശബ്ദം മയിലിൻ്റെ ആണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രോപ്പർട്ടി. നല്ല രസമുള്ള പ്രോപ്പർട്ടി കേട്ടോ, സ്പാസ. അവിടെ ഒരു തെങ്ങുണ്ട് കേട്ടോ, ആ തെങ്ങിൽ 3-4 മയിലിരിക്കുന്നു കേട്ടോ. ഞാൻ ഇതൊക്കെ ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ, ഭയങ്കര രസമുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞൊരു ടെന്നീസ് കോർട്ട്. എനിക്കിതിപ്പോൾ തോന്നുന്നു ഫങ്ഷൻ അല്ലാന്ന് തോന്നുന്നു കേട്ടോ, കാര്യം ഇതെല്ലാം ക്ലോസ് ചെയ്തിട്ടേക്കണവർ. ഇതാണ് ഒരു ടെന്നീസ് കോർട്ട്. അതിനകത്തൊരു മയിലൊക്കെ ഓടിപ്പോകുന്നു. അപ്പം ഞാൻ നമ്മുടെ റിസോർട്ടിനകത്ത് കയറിയിട്ട് നമ്മുടെ സ്വിമ്മിങ് പൂള് പിന്നെ അങ്ങനെയുള്ളതൊക്കെ കാണിച്ചു തരാം. റിസോർട്ടിൻ്റെ എൻട്രൻസ് ആണ് കേട്ടോ. ഇതൊരു റിസപ്ഷൻ ഏരിയ ആണ്, ഇതൊരു റിസപ്ഷൻ ഏരിയ. പിന്നെ ലെഫ്റ്റിൽ നമുക്ക് കുഞ്ഞ് ഹൗസ് ഞാൻ പറഞ്ഞ റെസ്റ്റോറൻ്റ് ഉണ്ട്, ഇതാണ് ആ റെസ്റ്റോറൻറ്റ്. അറോമ എന്ന് പറഞ്ഞൊരു റെസ്റ്റോറൻ്റ് ഉണ്ട്. ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോഴാണ് നമുക്ക് ബാറുണ്ട്, സ്പായുണ്ട്, പിന്നെ ജിമ്മുണ്ട്. ജിമ്മൊക്കെ പൂളിൻ്റെ അടുത്താണ്. നല്ല ഭംഗിയാണ് കേട്ടോ, ചെടികളും ഒരുപാട് ഫോട്ടോസും പിന്നെ കന്യാകുമാരിയുടെ തനതായ നമ്മുടെ ആ ഒരു ശംഖൊക്കെ വെച്ച് ഉണ്ടാക്കിയിരിക്കുന്ന സാധനങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ കുറച്ച് ഷെൽഫിൽ ബുക്സൊക്കെ അടുക്കിയിട്ടുണ്ട്. വായന താല്പര്യമുള്ളവർക്ക് ആ ബുക്സൊക്കെ എടുത്ത് വായിക്കാം. ഇത് ലിഫ്റ്റ്. പിന്നെ ഞാൻ പറഞ്ഞ ബാർ ഇതാണ്. ഇതൊരു വാഷ്റൂംസ് ആണ്. അപ്പോൾ നമുക്കിനി പൂളൊന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഫസ്റ്റ് ഫ്ലോറിൽ വരുമ്പോൾ നല്ല മനോഹരമായൊരു സ്വിമ്മിങ് പൂളാണ്. ഇതാണ്. ഇവിടെയാണ് ഞാനും അനുവും കൂടെ കിടന്ന് കളിച്ച് തിമർത്തത്. നല്ല സ്വിമ്മിങ് പൂളാട്ടോ, നല്ല വലിയൊരു സ്വിമ്മിങ് പൂളാണ് കേട്ടോ. രാവിലെ 7 മണി മുതൽ വൈകിട്ട് 7 മണി വരെയാണ് ഇതിൻ്റെ ഫങ്ഷൻ. അപ്പോൾ ഇനി ഇവിടെ ഒരു ജിമ്മും ഉണ്ട്, അതും ഞാൻ കാണിച്ചു തരാം. ഇവിടെയൊക്കെ റൂംസ് ആണ് കേട്ടോ. ഇവിടെ എല്ലാം ഒറ്റ കാറ്റഗറി റൂമാണുള്ളത്, ഡീലക്സ് റൂം. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ പൂളാട്ടോ, കാര്യം നല്ല രസമുണ്ട്. ഈ പ്രോപ്പർട്ടി ഇരിക്കുന്നത് നമ്മുടെ ബീച്ചിൻ്റെ, അതായത് കന്യാകുമാരി മെയിൻ ഗാന്ധി മണ്ഡപം, അതിൻ്റെയൊക്കെ ഒരു 700 മീറ്റേഴ്സ് അടുത്താണ്. അപ്പോൾ നമുക്ക് കാർ ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് അവിടെ പോയി ഇട്ട് പോകേണ്ട കാര്യമില്ല. കാർ പ്രോപ്പർട്ടിക്കകത്ത് ഇട്ടിട്ട് നടക്കാനുള്ള വോക്കബിൾ ഡിസ്റ്റൻസേ ഉള്ളൂ. ഇതാണ് വേറൊരു ഗുണം കേട്ടോ. ഇത് അവരുടെ ഒരു ജിമ്മാണ്, സ്പാസയുടെ ഒരു ചെറിയ ജിമ്മാണ്. ഓപ്പൺ ആണോ എന്നറിയില്ല, ഓപ്പൺ ആണ്. ഇതാണ് അവരുടെ ഒരു ചെറിയ ജിം കേട്ടോ. അത്യാവശ്യം വർക്കൗട്ട് ചെയ്യാനുള്ള മെഷീൻസൊക്കെ ഉണ്ട്. പൂളിൻ്റെ അടുത്താണ് ഈ ഒരു ജിമ്മ് വരുന്നത് കേട്ടോ. മുകളിലൊക്കെ റൂമാണ്, ഞങ്ങളുടെ റൂം അവിടെയാണ്. അപ്പോൾ ഈ ഒരു സ്പാസയിൽ വന്നേക്കുന്നത് ഞാനും അനുവും മോനും മാത്രമല്ല, എൻ്റെ അമ്മയും അമ്മൂമ്മയും ഉണ്ട്. അവർക്ക് ഭയങ്കര ആഗ്രഹമാണ് കന്യാകുമാരി വന്ന് സ്റ്റേ ചെയ്യണം. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ കന്യാകുമാരി ഓപ്റ്റ് ചെയ്തത്. അപ്പോൾ ഈ നല്ലൊരു പ്രോപ്പർട്ടിയാണ് ഈ ഒരു സ്പാസ എന്ന പ്രോപ്പർട്ടി. ഞാനിപ്പോൾ ഇതാ പൂളിൻ്റെ സൈഡിൽ ഇരിക്കുകയാണ്. നല്ല രസമാണ് കേട്ടോ. രാവിലെ 7 മണി തൊട്ടേ ഉള്ളൂ പൂള്. 7 മണിക്ക് ഇറങ്ങിയാൽ നല്ലതാണ്, കാര്യം വെയിൽ ഇല്ല. അതുപോലെ വൈകിട്ട് 4 മണിക്ക് ശേഷം ഇറങ്ങാൻ നല്ലതാണ്, കാര്യം അപ്പോഴും വെയിൽ കുറവാണ്. കാര്യം ഈ ബിൽഡിങ്ങിൻ്റെ ബാക്കിൽ വെയിൽ വരുമ്പോൾ ഇവിടെ നല്ല തണലാണ്. ഉണ്ടോ, നല്ലൊരു പ്രോപ്പർട്ടിയാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ തൊട്ടപ്പുറത്തെ ഒരു പ്രോപ്പർട്ടിയിൽ മുമ്പ് നമ്മൾ താമസമുണ്ട്, അണ്ണൈ റിസോർട്ട് എന്ന് പറഞ്ഞാൽ. അതിൻ്റെ വീഡിയോ ഞങ്ങളുടെ യൂട്യൂബ് ചാനലുണ്ട്, അതും കൂടെ കാണുക. അത് കുറച്ചുകൂടെ എക്സ്പെൻസീവ് ആണ് റിസോർട്ട്, ബട്ട് അതും ഇതേപോലെ നല്ല വലിയ റിസോർട്ട് തന്നെയാണ്. അപ്പോൾ ഇനി ഇവിടെ നിന്നൊരു കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഇവിടുത്തെ ആ ഒരു കന്യാകുമാരി ക്ഷേത്രമൊക്കെ ഒന്ന് പോയി കണ്ടു തൊഴുതിട്ട് തിരിച്ച് നമ്മൾ ട്രിവാൻഡ്രം പോകാനാണ് പ്ലാൻ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ സ്പാസയുടെ വിശേഷങ്ങൾ കേട്ടോ. കന്യാകുമാരിയൊക്കെ പ്രോപ്പർട്ടി നോക്കുന്നവർക്ക്, താമസിക്കാനോ നല്ല റിസോർട്ട് നോക്കുന്നവർക്ക് സ്പാസ നല്ലൊരു ഓപ്ഷനാണ്.
ഇത് ആ കാണുന്നത് മയിലാണ് കേട്ടോ. നമ്മുടെ ആ ഒരു ബിൽഡിങ്ങിൻ്റെ മേലെ ഫുൾ മയിലാണിത്. അങ്ങോട്ട് പോയി 3-4 മയിൽ അവിടെ ഇരിപ്പുണ്ട്. ഓക്കെ, അതിൽ ഒന്ന് ആൺമയിലാന്ന് തോന്നുന്നു കേട്ടോ. നല്ല വലിയ പീലിയൊക്കെ ഉള്ള മയിലാണ് കേട്ടോ നടന്നു കിടക്കുക. 5 മയിൽ. അയ്യോ എന്ത് രസം നോക്കി. അതാ ഇത് ആൺമയിലാണ്, വലിയ പീലിയുള്ള കേട്ടോ, അടിപൊളി. അല്ല കേട്ടോ, എല്ലാം പെൺമയിലാണ്. നോക്കെ, പക്ഷെ 5 മയിൽ, അടിപൊളി അല്ലേ. അപ്പോൾ ഇവിടെ കാണുന്ന എല്ലാ റൂംസും പൂൾ ഫേസിങ് ആണ്. പൂളിലോട്ട് നോക്കിയിരിക്കുകയാണ്. ഇവിടെയും റൂംസ് ഉണ്ട്, മേളിലും റൂംസ് ഉണ്ട്. എല്ലാം ഈ പൂൾ ഫേസിങ് റൂമാണ്. അതല്ലാതെ നമുക്ക് ഈ ബാൽക്കണി വ്യൂ അല്ലെങ്കിൽ ബീച്ച് വ്യൂ അങ്ങനെയുള്ളൊരു റൂമില്ല ഇവിടെ. ഇവിടെ എല്ലാ റൂംസും ഇങ്ങനത്തെ ഒരു വ്യൂ ആണ്. അല്ലാതെ നമുക്കൊരു ബീച്ച് വ്യൂ അല്ലെങ്കിൽ ഒരു സീ വ്യൂ അങ്ങനൊരു റൂം ഇവിടെ ഇല്ല. എല്ലാം ഇങ്ങനത്തെ ഒരു കാറ്റഗറി റൂമാണ്. ബീച്ചിനോട് ക്ലോസ് ആണെങ്കിലും ബീച്ചിനോട് അല്ലെങ്കിൽ ആ ഒരു സീയോട് ഒരുപാട് ചേർന്നിരിക്കുന്ന പ്രോപ്പർട്ടി അല്ല കേട്ടോ ഇവിടെ ഉള്ള ഒന്നും. അപ്പോൾ അങ്ങനെ ഞങ്ങൾ നല്ലൊരു സ്റ്റേക്കേഷനൊക്കെ കന്യാകുമാരി കഴിഞ്ഞ് തിരിച്ചു പോകാണ്. നമ്മൾ സ്റ്റേ ചെയ്ത പ്രോപ്പർട്ടി സ്പാസ എന്ന് പറഞ്ഞാണ്. നമുക്ക് ഈ ഗാന്ധി മണ്ഡപവും നമ്മുടെ ആ ഒരു മെയിൻ കന്യാകുമാരി അമ്പലവും ഇവിടെ 700 മീറ്റർ ഒക്കെ ഉള്ളൂ. അപ്പോൾ ബീച്ചൊക്കെ ആക്സസ് ചെയ്യാൻ പറ്റുന്നത് വളരെ അടിപൊളി ഒരു സ്റ്റേ ആയിരുന്നു കേട്ടോ ഈ ഒരു സ്പാസ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഫാമിലിയായിട്ട് വരികയാണെങ്കിൽ കന്യാകുമാരി പ്രോപ്പർട്ടി നോക്കുകയാണെങ്കിൽ നല്ലൊരു ഓപ്ഷനാണ് ഈ സ്പാസ. അപ്പോൾ ഞങ്ങളുടെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ് ദി വീഡിയോ. ഇഫ് യു ആർ നോട്ട് സബ്സ്ക്രൈബ് ചാനൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് ആൻഡ് ഹിറ്റ് ദ ബെൽ ഐക്കൺ ടു നോട്ടിഫൈ ഫോർ നെക്സ്റ്റ് വീഡിയോ. ദിസ് ഇസ് സ്റ്റാർക്കപ്പ്. ബൈ.